ചേഞ്ച് ചെയ്തിട്ട് നിലവിൽ നിങ്ങളുടെ വൈഫൈയുടെ പേരായിരിക്കും ഇവിടെ കാണുന്നത്. ഈ വൈഫൈയുടെ പേര് ചേഞ്ച് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് നേരെ താഴെ സേവ് സെറ്റിംഗ്സ് കൊടുക്കാം. സേവ് സെറ്റിംഗ്സ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വൈഫൈയുടെ പേര് മാറുന്നതാണ്. അതുപോലെ തന്നെ ഇതിന് വലതുഭാഗത്ത് കാണാൻ WLAN സെക്യൂരിറ്റി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പ്രീഷെയ്ഡ് കീ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. ഈ പ്രീഷെയ്ഡ് കീ എന്നുള്ളതിൽ നിങ്ങളുടെ വൈഫൈയുടെ പാസ്വേഡ് ആണ് ഈ പ്രീഷെയ്ഡ് കീ. ഈ പ്രീഷെയ്ഡ് കീ എന്നുള്ളത് മാറ്റി നിങ്ങൾക്ക് എന്താണോ പുതിയ പാസ്വേഡ് വെക്കേണ്ടത് ആ പാസ്വേഡാണ് നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. അതിനുശേഷം സേവ് സെറ്റിംഗ് എന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വൈഫൈയുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു കാരണവശാലും നെറ്റ്വർക്ക് എന്ന് കാണുന്ന ഈ ഒരു വിൻഡോയിൽ കാണുന്ന യൂസർ നെയിമും പാസ്വേഡും ഒരു കാരണവശാലും മാറ്റരുത്. അതിന് പകരമായി നെറ്റ്വർക്കിൽ തൊട്ട് താഴെയുള്ള WLAN ക്ലിക്ക് ചെയ്ത് കാണുന്ന ഈ ഒരു സ്പേസിൽ SSID എന്നുള്ള സ്ഥലത്ത് നിങ്ങളുടെ വൈഫൈയുടെ പേരും WLAN സെക്യൂരിറ്റി എന്നുള്ളതിൽ പ്രീഷെയ്ഡ് കീ എന്നുള്ള സ്ഥലത്ത് നിങ്ങളുടെ വൈഫൈയുടെ പാസ്വേഡ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഇതുപോലുള്ള പുതിയൊരു ഇൻഫർമേഷനുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.